ഹലോ, അസ്സാം വലൈക്കും. കുമ്പളങ്ങ വെച്ചിട്ട് ഇത്രയും രുചിയിലൊരു ഐറ്റം നിങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയും ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിൽ ഒരു വെറൈറ്റി ഐറ്റമാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുമ്പളങ്ങാക്കറി ഇഷ്ടമല്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങയൊക്കെ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരു അരപ്പ് കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ഒരു 5-6 ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളിയാണ്. അപ്പോൾ ഒരു 5-6 ചുവന്നുള്ളി ചെറുതായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഏകദേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുമ്പളങ്ങയിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ അടച്ച് വെച്ച് ഇതിന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കുമ്പളങ്ങ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലധികം വെള്ളമൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണാണ് മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ എല്ലാം കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഞാൻ ഇതേ രീതിയിലൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ തേങ്ങ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുമ്പളങ്ങ വെന്ത് വരുന്ന സമയത്ത് ചില കുമ്പളങ്ങയിൽ കുറച്ചധികം തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേറെ സെപ്പറേറ്റ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരല്പം വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ അവിടെ തേങ്ങയിലും കൂടെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കൂടുതൽ അളവിൽ എരിവ് വേണ്ടവർക്ക് നമുക്ക് ഈ ഒരു തേങ്ങ ക്രഷ് ചെയ്തെടുത്ത സമയത്ത് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചോറിലേക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുമ്പളങ്ങ കറി ഇഷ്ടമല്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ എന്തായാലും കുമ്പളങ്ങ കിട്ടുന്ന സമയത്ത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക.